സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് ഇപ്പോൾ റവറന്റ് ഡോക്ടർ GS ഫ്രാൻസിസ് തത്സമയം ജൻവാണിക്കൊപ്പം ചേരുന്നു. ഇന്ന് നാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുകയാണല്ലോ. അങ്ങനെ ആഘോഷിക്കുന്നതിന്റെ ചരിത്രത്തിലേക്ക് നാം കടന്നു പോകുകയാണെങ്കിൽ അനേകം സത്യാഗ്രഹങ്ങളും അതുപോലെ സമരങ്ങളും എല്ലാം കഴിഞ്ഞിട്ടാണ് നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നത്. അതായത് മഹാത്മാ ഗാന്ധിയുടെ വലിയ പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത്. അതിനു മുമ്പ് അനേകം പേര് ഇതിനു വേണ്ടി പരിശ്രമിച്ചു, അതിനുവേണ്ടി തൻ്റെ ജീവനെ കൊടുത്തു. അങ്ങനെ അനേകം പേര് സത്യാഗ്രഹം, ഒന്നാം സമരം, സ്വാതന്ത്ര്യ സമരം, രണ്ടാം സ്വാതന്ത്ര്യ സമരം, അങ്ങനെയൊക്കെ കഴിഞ്ഞ ശേഷമാണ് വാസ്തവത്തിൽ ഇത് ലഭിക്കാനുള്ള കാരണം. അത് മഹാത്മാഗാന്ധിയുടെ ചമ്പാരൻ സത്യാഗ്രഹം തുടങ്ങി അങ്ങനെ കഴിഞ്ഞ് അവിടെ എത്തും, ക്വിറ്റ് ഇന്ത്യ സമരം വരെ എത്തി. അങ്ങനെയുള്ള ഒരു വലിയ കാലഘട്ടത്തിലാണ് നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത്. വളരെ ക്രൂരമായിട്ടാണ് ബ്രിട്ടീഷുകാർ അന്ന് സ്വാതന്ത്ര്യ സമരത്തെ അവർ ഒതുക്കിയത് എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യ സമരം അടിച്ചൊതുക്കുക മാത്രമല്ല, വധിക്കുക കൂടി ചെയ്തു ജനങ്ങളെ. അനേകം ജനങ്ങളെ വധിക്കാനായിട്ടാണ് അവർ തുനിഞ്ഞത്. സമരം ചെയ്യുന്നവരെ വധിക്കുക, അതാണ് ഇവിടെ നടന്നത്. ഇവിടെ വേഗൻ ട്രാജഡി നടന്നു. പട്ടാമ്പി സ്റ്റേഷനിലേക്ക് പോയാൽ നമുക്കത് അതിൻ്റെ ഓർമ്മ പുതുക്കാൻ കഴിയും. അവിടെ നിന്നായിരുന്നു ഈ സമരം ചെയ്യുന്ന അനേകം പേരെ ആ ഗൂഡ്സ് ട്രെയിനിൽ അവിടെ ഇട്ട് അതിൻ്റെ ഉള്ളിൽ ആ ട്രെയിനിൻ്റെ കമ്പാർട്ട്മെൻറ്റ് പൂട്ടിയിട്ട് മുഴുവനായിട്ടുള്ള ആൾക്കാരെ അതിൻ്റെ മുഴുവൻ നിറച്ച് ശ്വാസം കഴിക്കാൻ വരെ സ്ഥലമില്ലാതെ പോത്തനൂർ വരെ കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ നാം എന്തുമാത്രം വേദനിക്കുന്നു എന്ന് നമുക്കറിയാം. പട്ടാമ്പിയിൽ നിന്ന് പോത്തനൂർ വരെ ശ്വാസം കിട്ടാതെ ആ ജനങ്ങൾ, സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ ജനങ്ങളെ ഇങ്ങനെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അത് ഓർക്കുമ്പോൾ തന്നെ ഈ രാവിലെ തീർച്ചയായിട്ടും നമ്മളുടെ സ്വാതന്ത്ര്യ സമരം വളരെ കാര്യമായിട്ട് തന്നെ നടത്തി നമ്മളുടെ മുമ്പിലുള്ള തലമുറ എന്നാണ് ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും അതുപോലെ തന്നെ എല്ലാം ക്വിറ്റ് ഇന്ത്യ സമരവും അതുപോലെ തന്നെ ഈ ജാലിയൻ വാല ബാഗ് ഇതിൻ്റെ ട്രാജഡിയും മറ്റും കാണുമ്പോൾ അവരെയൊക്കെ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവരുടെ തോക്കുകൊണ്ട് അവരെ വെടിവെച്ച് കൊല്ലുക എന്നുള്ളതാണ്. ജാലിയൻ വാല ബാഗിൽ അതിൽ തന്നെ എത്രയോ പേർ മരിച്ചു വീഴുകയാണ്. അതുപോലെ തന്നെ ഈ ക്വിറ്റ് ഇന്ത്യ സമരത്തിലും എല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ സമരം മുഴുവനും ഗാന്ധിജിയുടെ സമരത്തിന് ഒതുക്കുവാൻ ആയിട്ടാണ് ബ്രിട്ടീഷുകാർ മുതിർന്നതും. അതുപോലെ ഗാന്ധിജി ഒട്ടും പിന്നോട്ട് പോകാതെ അഹിംസ എന്ന മാർഗത്തിലൂടെ മാത്രമേ ഇതിനൊരു പരിഹാരം ഉണ്ടാകുകയുള്ളൂ എന്ന് അറിഞ്ഞുകൊണ്ട് ഒരു രക്തം ചിന്താതെ സ്വാതന്ത്ര്യം വാങ്ങിക്കണം എന്നുള്ള വലിയ ചിന്തയിലാണ് അദ്ദേഹം നമുക്ക് സ്വാതന്ത്ര്യം വാങ്ങിത്തന്നത്. അതാണ് വേണ്ടത്. നോൺ വയലൻസ്, ആ അഹിംസ എന്ന സിദ്ധാന്തത്തിലാണ് ഉറച്ച് നിന്നത്. അതുകൊണ്ട് നാം ഈ സ്വാതന്ത്ര്യ ദിനത്തെ ഇന്ന് ഓർക്കുമ്പോൾ ഗാന്ധിജിയെ മറക്കാൻ ആർക്കും കഴിയില്ല. ഗാന്ധിജിയെ മറക്കാൻ പറ്റില്ല. ഗാന്ധിജി നമുക്ക് തന്നിരിക്കുന്ന ആ വഴിയിലൂടെ തന്നെ നാം കടന്നു വന്ന് നമ്മളുടെ ഓരോ ആവശ്യങ്ങളും നേടിയെടുക്കാൻ, ഈ ജനാധിപത്യ ഗവൺമെന്റിനോട് നേടിയെടുക്കാൻ ചെയ്യേണ്ടതും അത് തന്നെയാണ്. അല്ലാതെ മറ്റുള്ളവരെ കൊന്ന് ഒടുക്കി നമുക്ക് വിജയം കൈവരിക്കേണ്ട എന്നുള്ള പ്രതിജ്ഞയാണ് നാം ഇപ്പോൾ ചെയ്യേണ്ടത്. നമുക്ക് അഹിംസയാണ് നമ്മളുടെ മുദ്രാവാക്യം എന്നറിഞ്ഞുകൊണ്ട് ഗാന്ധിജിയുടെ മുദ്രാവാക്യത്തെ പിന്തുടർന്നുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നമ്മെ സഹായിക്കണം.
എന്നും നാം പ്രാർത്ഥിക്കുക. ഗാന്ധിജി അതാ ചെയ്തത്. ബൈബിളും ഖുറാനും അതുപോലെ തന്നെ ഗീതയും ഒക്കെ തന്നെ നോക്കിയിട്ടു അവിടെ ചെയ്തിരിക്കുന്ന എന്താണെന്ന് നോക്കിയിട്ട് അദ്ദേഹം ചെയ്തിരിക്കുന്നു. ഒരു ജഗത്ത് അടിക്കുന്നവനെ മറ്റതും കാണിച്ചു കൊടുക്കുക എന്ന ആ വലിയ തീരുമാനത്തിലാണ് ഗാന്ധിജി നിന്നത്. ആ ഒരു ജഗത്തടിക്കുന്നവനെ മറ്റതും കാണിച്ചു കൊടുത്തുകൊണ്ട് നേരെ സ്വാതന്ത്ര്യദിനം സ്വാതന്ത്ര്യം കൈക്കലാക്കുവാൻ അദ്ദേഹം നിന്നു. അത് ബ്രിട്ടീഷുകാരുടെ മനസ്സലിഞ്ഞു. അതിലാണ് ബ്രിട്ടീഷുകാരുടെ മനസ്സലിഞ്ഞത്. അവർ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുത്തു. അങ്ങനെ 1947 ഓഗസ്റ്റ് 15 അത് ലഭിച്ചു. ഇന്ന് നാം സ്വതന്ത്രരാണ്. സ്വാതന്ത്ര്യം കിട്ടിയിട്ട് വർഷങ്ങൾ ഇങ്ങനെ കഴിഞ്ഞുവെങ്കിലും ഗാന്ധിജിയുടെ പാതയിൽ നിന്ന് നാം വിട്ടുമുട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ എത്തി. അത് മാത്രം ചെയ്യരുത്. ഗാന്ധിജിയെ മറക്കരുത്. ഗാന്ധിജി ചെയ്തിരിക്കുന്ന ആ പാതയിൽ തന്നെ നിന്നുകൊണ്ട്, അഹിംസയിൽ തന്നെ നിന്നുകൊണ്ട് മുന്നോട്ട് പോകണം എന്നതാണ് ഈ സ്വാതന്ത്ര്യദിനത്തിൻ്റെ പ്രാധാന്യം. ഇപ്പോൾ അതൊന്നും ചെയ്യാതെ അവിടെ ആ വിദ്യാർത്ഥികളുടെ മേലെ പെല്ലറ്റൊക്കെ ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നാം ജീവിക്കുമ്പോൾ എന്തുമാത്രം വേദന നമുക്കുണ്ടാകും. അതുകൊണ്ട് നാം ചെയ്യേണ്ടത് ഒരിക്കലും ആ ഗുഡ്സ് ട്രെയിനിൽ, ആ വാഗൺ ട്രാജഡിയിൽ ആ ജനങ്ങളെ കുത്തിത്തുരുകി വധിക്കുക എന്ന വലിയ നീചമായ കൃത്യം മറന്ന്, ദൈവമേ എന്നെ ക്ഷമിക്കാൻ പഠിപ്പിക്കണമേ, ശത്രുവോട് ക്ഷമിക്കാൻ പഠിപ്പിക്കണമേ, ഒരു ചെകിടത്ത് അടിക്കുന്നവനും മറ്റേ ചെകിടും കാണിച്ചു കൊടുക്കാൻ ഞങ്ങളെ പ്രേരിപ്പിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഈ സ്വാതന്ത്ര്യദിനത്തിനെ വരവേൽക്കാൻ നാം തയ്യാറാവുക. തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ അത് വലിയൊരു വിജയമായി തീരും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് ഇതുവരെ സംസാരിച്ചത് റവറൻഡ് ഡോക്ടർ GS ഫ്രാൻസിസ്.